ഞാൻ ഡോക്ടർ പ്രസാദ്, വയനാട്. നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും കാല് മുറിക്കണം, കണ്ണ് പോകണം, കിഡ്നിയൊക്കെ കേടാവണം, അറ്റാക്ക് വരണം, ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ഒക്കെ ചെയ്യണം, ആഴ്ചയിൽ 2 വട്ടം ഡയാലിസിസ് ചെയ്ത് ഇങ്ങനെ ആസൂത്രിതോറും കിടന്ന് നരകിച്ച് മരിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ? പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, നാളെ നമ്മുടെ എല്ലാ അവസാനകാലം ഇങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്കെല്ലാം ഈ ഗതികേട് വരില്ലേ? എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. എൻ്റെ കാല് പോലെ, എൻ്റെ കണ്ണ് പോലെ, എൻ്റെ കിഡ്നി പോലെ, എൻ്റെ മക്കൾക്കൊന്നും പറ്റില്ല, എൻ്റെ ഭർത്താവിനും ഭാര്യയ്ക്കും അച്ഛനമ്മക്കും ഒന്നും പറ്റില്ല. ഈ ഒരു മണ്ടൻ ചിന്താഗതിയായിട്ട് വെറും വിഡ്ഢിത്തരം മാത്രം കാണിച്ച് ജീവിക്കുന്ന ഒരു ജീവിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ അത് മലയാളിയാണ്. എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനം കേരളമായി മാറി? എന്തുകൊണ്ട് ഇത്രയധികം കോംപ്ലിക്കേഷൻ, ഇത്രയധികം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക്, ഇത്രയധികം ക്യാൻസർ സെന്റേഴ്സ്? നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കുക. ലോകത്ത് എല്ലാ കോംപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ കേരളത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ. ഇതെന്താണെന്ന് ചിന്തിക്കുക. സോ വി തിങ്ക് വി ആർ എഡ്യൂക്കേറ്റഡ്. മണ്ടന്മാരാ നമ്മൾ ശരിക്ക്. എന്തിനും ഒരു കയറ്റും കരയുടെ ഇറക്കമുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ വലിച്ചു വാരിയുള്ള ജീവിതം നാളെ നമുക്ക് തരാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ആണ്. ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളാണ്. നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് വേണ്ടത് സർവീസ് സെന്റേഴ്സ്. ഒരു പുതിയ കാറോ ബൈക്കോ വാങ്ങിയാൽ നമ്മൾ സർവീസ് സെന്ററിലാണ് കൊടുക്കുക, അല്ലേ? അതുപോലത്തെ സർവീസ് സെന്റേഴ്സ് ഇതെവിടെ ഉണ്ടാക്കേണ്ടത്? ഇതോരോ വീട്ടിലാണ് ഉണ്ടാക്കേണ്ടത്. സോ ഒരു ഹെൽത്തി ഏജിങ് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെയൊക്കെ മനസ്സിൽ വരണം. എനിക്ക് വയസ്സാകും, നമുക്ക് തടയാൻ പറ്റില്ല. വയസ്സാകുമ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ട് വയസ്സാകണം. ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ച് കഴിച്ച് ആ ഭക്ഷണത്തിലൂടെ അകത്തിയത്തെ ഗ്ലൂക്കോസോ കൊഴുപ്പോ എനർജിയൊക്കെ ഈ ഭൂമിയിൽ ഒരു മരുന്നില്ല എന്ന് തിരിച്ചറിയുക. പിന്നെ എന്തു ചെയ്യണം? ഞാൻ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും ഞാൻ തന്നെ വ്യായാമം ചെയ്ത് എനർജിയാക്കി കളഞ്ഞാൽ എൻ്റെ രക്തക്കോലുകളിൽ ഈ ഗ്ലൂക്കോസോ കൊഴുപ്പ് അടിയില്ല. എനിക്കൊരു കോംപ്ലിക്കേഷൻസും വരില്ല. എനിക്ക് ജീവിതശൈലി രോഗങ്ങൾ ഇനി വരില്ല. അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരില്ല. എനിക്ക് കുറേ അധികം കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ആൻഡ് വിൽ ബി ഹാപ്പി ഓൾസോ ആ സമയത്ത്. റൈറ്റ്? എന്തുകൊണ്ട് വയനാട്ടിലെ ട്രൈബ്സിന് 60-70 വയസ്സാകുമ്പോൾ മുടി നരക്കുന്നില്ല, മുടി കൊഴിയുന്നില്ല, പല്ലുസുക്കേടൊന്നുമില്ല, 6 പാക്ക് വൈറസ് ലിംബ്യൂട്ടികൾ? ജീവിതശൈലി രോഗങ്ങളും കോംപ്ലിക്കേഷൻസ് എത്രയോ കുറവ്. ഇതുവരെ നമ്മൾ കളിയാക്കി പറയാറില്ല, ബംഗാളീസ് ആൻഡ് ബീഹാറീസ് എന്ന് പറയുന്ന ഇവിടെ വന്ന നോർത്ത് ഇന്ത്യൻ കുറേ തൊഴിലാളികളില്ലേ? എല്ലാവരും 6 പാക്കുകളല്ലേ? അവരൊക്കെ മുടി നരക്കാറുണ്ടോ? മുടി കൊഴിയാറുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പഴയ കാരണന്മാർ എങ്ങനെയായിരുന്നു? സോ നമ്മൾ വഴിതെറ്റി എവിടെയോ പോയി. സോ ക്വാളിറ്റിയുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് പഠിച്ച്, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കഴിക്കാൻ പഠിച്ച്, ആ ഭക്ഷണത്തിലൂടെ അകത്തെത്തുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റ്, ആ ഗ്ലൂക്കോസ് ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്, അതിന് എനർജി ആക്കാനുള്ള വ്യായാമം ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയും ഒപ്പം കുറച്ച് കാർഡിയാക് എക്സസൈസ് ചെയ്ത് ഹാർട്ട് സ്ട്രെങ്തൻ ചെയ്യുക. കൈ കാല് രക്തോട്ടം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റില്ലേ? ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ എല്ലായിടത്തും. ആൻഡ് മസിൽ സ്പെസിഫിക് എക്സസൈസ്, മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യണം. കാരണം ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും സർക്കോപ്പീനിയ, മസിൽ ലോസ് വരാൻ തുടങ്ങും. എല്ലാ കൊല്ലം ഒരു 10% കുറഞ്ഞു പോകുന്നത്. അതിന് ചെറിയൊരു വെയിറ്റ് ട്രെയിനിങ്, കറക്റ്റായിട്ട് ബ്രീത്തിങ് എക്സസൈസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു, ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിയും. നിങ്ങൾ ചിന്തിച്ച് ഓരോ ദിവസവും നമ്മൾ ചെറുപ്പമായിക്കൊണ്ടേയിരിക്കും. വയസ്സാകുക എന്നുള്ളതല്ല, റിവേഴ്സ് ഓഫ് ഏജിങ് പ്രോസസ് അതാ സംഭവിക്കാറുണ്ട്. സോ ചിന്തിക്കണം, വി ഓൾ ആർ എഡ്യൂക്കേറ്റഡ്. പക്ഷേ ഈ വിദ്യാഭ്യാസം നല്ലതിന് ഉപയോഗിക്കാതെ ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ച് അഹങ്കരിച്ച് മണ്ടത്തരം കാണിച്ച് ജീവിതം തൊലക്കണം നമ്മളെല്ലാവരും. തിങ്ക്, ചിന്തിച്ചേ പറ്റും നമ്മളെല്ലാവരും. ഓരോരുത്തർ സ്വയം ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ ഇത്രയും കാലം എന്തു ചെയ്തു? ഇനി എന്തു ചെയ്യണം? ഇന്ന് ഇന്ന് തീരുമാനം എടുക്കുക. നാളെ തൊട്ട് നന്നാകുന്നല്ല, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക.